ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പേര് ആജി. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു സിക്സാഗ് മെഷീൻ്റെ ഓയിൽ എങ്ങനെയാണ് ചേഞ്ച് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ ഈ മെഷീൻ ഇളക്കിയിട്ട് ഫുള്ള് സർവീസ് ചെയ്തുകൊണ്ടിരുന്നതാണ്. അപ്പോഴിത് സിമ്പിളായിട്ട് തന്നെ ഈ മെഷീൻ്റെ ഓയിൽ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. ഓയിൽ ചേഞ്ച് ചെയ്തതിന് നമുക്ക് ഈ ടോപ്പിലെ കവറൊന്നും ഇളക്കേണ്ട കാര്യമില്ല. കവർ ഇളക്കാതെ തന്നെ ഇത് ഞാനിപ്പം ഫുള്ളായിട്ട് സർവീസ് ചെയ്തുകൊണ്ടിരുന്നതാണ്. ഇതിൻ്റെ ഫുള്ള് സർവീസ് ചെയ്യുന്നൊരു വീഡിയോ പിന്നീട് നമ്മൾ ഇടുന്നതാണ്. അതുപോലെ തന്നെ കഴിഞ്ഞ വീഡിയോയിൽ 1-2 സംശയങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. ഇതിനൊക്കെയുള്ള പുതിയ വീഡിയോകളിൽ നിങ്ങളിലേക്ക് എത്തുന്നതാണ്. അതുപോലെ തന്നെ കഴിഞ്ഞ വീഡിയോയിൽ ഒരു സുഹൃത്ത് ചോദിച്ചൊരു ഡൗട്ട് എന്ന് പറയുന്നത്, പമ്പ് ഇളക്കി റീഫിറ്റ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ പമ്പിൻ്റെ സൈഡിൽ ഈ ഗ്യാപ്പിലൂടെ വെള്ളം ചെറിയ രീതിയിൽ ലീക്കാവുന്നു എന്നുള്ളൊരു സംശയം ചോദിച്ചിരുന്നു. അത് നമ്മൾ അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്തി ക്ലിയർ ആക്കുന്നതാണ്. അതിന് എന്ത് സ്പെയറുകളാണ് കംപ്ലൈൻറ്റ്, അല്ലെങ്കിൽ എന്ത് കാരണം കൊണ്ടാണ് ആ ഒരു ലീക്ക് ഉണ്ടാകുന്നത് എന്നുള്ളത് അടുത്ത വീഡിയോയിൽ നമ്മൾ ക്ലിയർ ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ വേറൊരു ഡൗട്ട് ചോദിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ഗണ്ണ് കണക്ട് ചെയ്യുന്ന റാഡിൻ്റെ ഈ ഭാഗത്ത് ചെറിയൊരു ഹോള് ഉണ്ടായിട്ട് വെള്ളം ലീക്കാവുന്നു, അത് ഒട്ടിക്കാൻ പറ്റുമോ എന്നുള്ളതാണ്. അത് ഒട്ടിക്കാം, അത് നമ്മൾ കാണിക്കുന്നതാണ്. അതുപോലെ തന്നെ നമ്മളിപ്പം ഇതിൻ്റെ ഓയിൽ ചേഞ്ച് ചെയ്യുന്നതിനായിട്ട് 8-ാം നമ്പർ എലങ്കിയാണ് ഉപയോഗിക്കുന്നത്. ഇത് 8-ാം നമ്പർ എലങ്കിയാണ്. അപ്പോൾ ഇതിൻ്റെ നട്ട് എങ്ങനെയാണ് ഊരുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിതിങ്ങനെ ചരിച്ച് വെച്ചേക്കുന്നത്. അപ്പോൾ നമ്മൾ എലങ്കി അതെടുത്ത് അതിനകത്ത് ആ നട്ടിലേക്ക് കണക്ട് ചെയ്തതിന് ശേഷം ഇത് നല്ല ടൈറ്റുള്ള ഒരു ബോൾട്ടാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ അതിന് ഒരു അഡ്ജസ്റ്റബിൾ സ്പാനർ ഉപയോഗിച്ചിട്ട് പതിയെ പിടിച്ച് കറക്കി ലൂസ് ചെയ്തതിന് ശേഷം ഈ മോട്ടറിനെ നമുക്ക് നേരെ തിരിച്ചു വെക്കണം. ഓയിൽ കളയാതിരിക്കാൻ വേണ്ടിയിട്ട് തിരിച്ചു വെക്കണം. ഇതിപ്പോൾ ഞാൻ ഫുള്ള് ഇളക്കി വെച്ചേക്കുന്നത് കൊണ്ടാണ്, ഇതിനകത്ത് ഓയിലിപ്പോൾ ഇല്ല. അതുകൊണ്ടാണ് ഞാനിങ്ങനെ ചരിച്ചു വെച്ച് തന്നെ നിങ്ങളെ കാണിക്കുന്നത്. അപ്പോൾ ഇതിനൊക്കെ നട്ട് നമ്മൾ ഊരിഞ്ഞെടുക്കുന്നു. ഊരിയെടുത്തതിന് ശേഷമാണ് നമ്മൾ ഓയിൽ ഒരു ഡിഷിലേക്ക് മാറ്റുന്നത്. അപ്പം നിങ്ങൾ ഇളക്കുമ്പോൾ ഈ മോട്ടർ നേരെ നട്ട് ലൂസ് ചെയ്തതിന് ശേഷം ഇതേപോലെ തിരിച്ചു വെക്കുക. തിരിച്ചു വെച്ചതിന് ശേഷം മാത്രമേ നട്ട് ഫുള്ള് ഊരിയെടുക്കാവൂ. എന്നിട്ട് ഈ മെഷീനെ പതിയെ ഒരു ഡിഷിലേക്ക് ചരിച്ച് ഓയിൽ കളയണം. ഓക്കെ, അപ്പോൾ ഇതുവഴിയാണ് ഓയിൽ നമ്മൾ ഒഴിക്കുന്നതും അതുവഴിയാണ് ഓയിൽ കളയുന്നതും. അതുപോലെ തന്നെ ഓയിൽ മാറ്റുമ്പോൾ ഇത് കണക്ക് വെള്ളം മിക്സ് ആയിട്ടുണ്ടെങ്കിൽ അത് ഫുൾ സർവീസിങ്ങിൻ്റെ സമയമായിട്ടുണ്ടെന്നാണ്. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് ഓയിൽ ഒഴിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിന് ഇതുപോലെ നമുക്കൊരു വെച്ചൂറ്റിയാണ് ആവശ്യം. അപ്പോൾ അത് നമ്മൾ അതിലേക്ക് വെച്ചതിന് ശേഷം നമ്മൾ ഓയിൽ ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഓയിൽ അത് ഫുള്ള് നിറയുന്നത് വരെ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഞാനിത് അതിനകത്ത് ഓയിൽ ഒഴിക്കുകയാണ്. അപ്പോൾ നമ്മളത് ഒഴിച്ചു കഴിഞ്ഞു. ഇനി നമുക്കവിടെ ഫുള്ളൊന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം ബാക്കി ഓയിലൊക്കെ ഒന്ന് തുടച്ച് കളഞ്ഞതിന് ശേഷം നമ്മളവിടെ ആ നട്ടിട്ട് അടയ്ക്കുവാണ്. അതുപോലെ തന്നെ ഓയിൽ മാറിയതിന് ശേഷം ഈ പമ്പ് ചെക്ക് ചെയ്യുമ്പോൾ എന്താണ് ശ്രദ്ധിക്കേണ്ടതെന്നുള്ളത് ഞാനിത് ഇതെല്ലാം ഫുള്ള് ടൈറ്റ് ചെയ്തതിന് ശേഷം വർക്ക് ചെയ്യുന്ന സമയത്ത് ഞാനത് പറയാം. അപ്പോൾ നമ്മൾ ആ നട്ടിട്ട് ഫുള്ള് ടൈറ്റ് ചെയ്യുകയാണ്. നട്ട് കറക്റ്റായിട്ടിട്ട് ഫുൾ ടൈറ്റ് ചെയ്തതിന് ശേഷം നല്ല ഭംഗിയായിട്ട് തന്നെ ടൈറ്റ് ചെയ്യണം. ഓയിൽ ലീക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ട് നല്ല ഭംഗിയായിട്ട് തന്നെ സ്പാനർ തന്നെ ഉപയോഗിച്ച് ടൈറ്റ് ചെയ്യുക. അപ്പോൾ ടൈറ്റ് ചെയ്തതിന് ശേഷം ഇനി നമുക്ക് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം ഇതിനെ. ഓക്കെ, ഫുൾ ടൈറ്റ് ചെയ്തതിന് ശേഷം ചെക്ക് ചെയ്യാൻ പോവുകയാണ്. ഇനി ഇതിൻ്റെ ഫുൾ ടൈറ്റ് ചെയ്തതിന് ശേഷം ബോഡി കവർ അടയ്ക്കുവാണ്. അടച്ചതിന് ശേഷം നമുക്കിതൊന്ന് വർക്ക് ചെയ്ത് നോക്കണം. ഇതിൻ്റെ പ്രഷറിൽ എന്തെങ്കിലും വ്യത്യാസമോ സൗണ്ട് വ്യത്യാസമോ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം. ഓക്കെ, അപ്പോൾ ഞാനതിൻ്റെ ബോഡി കവർ എടുത്തു. അതിന് ടോപ്പിൽ വരുന്ന 4 സ്ക്രൂ ആണ്. അങ്ങനെ നമ്മൾ ആദ്യമേ ഇതിനകത്ത് വെള്ളത്തിൻ്റെ ലൈൻ കണക്ട് ചെയ്യുകയാണ്. അതിനുശേഷം ആ ഓസിലെ കംപ്ലീറ്റ് എയറും പോയി കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമ്മൾ ഗണ്ണ് കണക്ട് ചെയ്യാവൂ. അപ്പോൾ ഞാൻ പൈപ്പിലെ ലൈൻ തുറക്കുകയാണ്. തുറന്ന് ഇതേപോലെ എയറെല്ലാം പോയി കഴിഞ്ഞതിന് ശേഷം കറക്റ്റായിട്ട് പമ്പിൽ കൂടെ വെള്ളം വന്നതിന് ശേഷം മാത്രമാണ് നമ്മൾ ഗണ്ണ് കണക്ട് ചെയ്യുന്നത്. ഓക്കെ, ഇനി അതിന് ശേഷം നമ്മൾ ഗണ്ണ് കണക്ട് ചെയ്യുകയാണ്. അതിനുശേഷം നമ്മൾ ഗണ്ണ് കണക്ട് ചെയ്തു. ഗണ്ണ് കണക്ട് ചെയ്തിട്ട് ഓണാക്കാതെ തന്നെ ഈ ഗണ്ണിൻ്റെ തുമ്പത്തൂടെ ഇതേപോലെ വെള്ളം നമുക്ക് കുറച്ച് നേരം കളഞ്ഞതിന് ശേഷം മാത്രമേ നമ്മൾ പമ്പ് ഓണാക്കാവൂ. അപ്പോൾ ആദ്യമേ ലോ പ്രഷർ വന്നിട്ട് പിന്നെ പ്രഷർ കൂടി വരും.
അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.